പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ പിന്തുണച്ച് എസ്.ഡി.പി.ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതുവരെ പുറത്തു പറയാത്തൊരു രാഷ്ട്രീയ മാന്യത മൂലമെന്നും എസ്.ഡി.പി.ഐ. ഇവരുമായി കോഴിക്കോട് നിന്നും ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, എസ്.ഡി.പി.ഐ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ പിന്തുണച്ചെന്ന് എസ്.ഡി.പി.ഐ ഇപ്പോൾ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ യു.ഡി.എഫുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതുവരെ പുറത്തു പറയാത്തത് രാഷ്ട്രീയ മാന്യത മൂലമാണെന്നാണ് ഇപ്പോൾ എസ്.ഡി.പി.ഐയുടെ സംസ്ഥാന സമ്മേളനം പുതിയ പ്രതിനിധി സഭയുടെ തിരഞ്ഞെടുപ്പിലാണ് എസ്.ഡി.പി.ഐ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എസ്.ഡി.പി.ഐയുടെ ശരിയായ നിലപാട് സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എസ്.ഡി.പി.ഐ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസിയാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ബി.ജെ.പി വിരുദ്ധ നിലപാടിന്റെ പേരിൽ എന്നും ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആണ് അവർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നു ഈ എസ്.ഡി.പി.ഐ യു.ഡി.എഫ് പിന്തുണ. അതുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ എസ്.ഡി.പി.ഐ തന്നെ പ്രത്യക്ഷ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് അവർ ഈ തിരഞ്ഞെടുപ്പിൽ, അതായത് പ്രധാനമായും ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ ചോരാതിരിക്കാൻ അല്ലെങ്കിൽ വോട്ടുകൾ പരമാവധി കുറയാതിരിക്കുവാൻ വേണ്ടി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവർ യു.ഡി.എഫിനെ പിന്തുണച്ചു. എസ്.ഡി.പി.ഐ വോട്ടുകൾ യു.ഡി.എഫിലേക്ക് നൽകിയിട്ടുണ്ട് എന്നൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അവർക്കൊരു പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി വിരുദ്ധ നിലപാടിന്റെ പേരിൽ നിന്നും ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എൽ.ഡി.എഫിനെയും പിന്തുണയ്ക്കുന്നുണ്ട്, യു.ഡി.എഫിനെയും പിന്തുണയ്ക്കുന്നുണ്ട്. ഇവിടെ ബി.ജെ.പി ഒരു പ്രഖ്യാപിത ശത്രു എന്ന രീതിയിൽ തന്നെയാണ് എസ്.ഡി.പി.ഐ കാണുന്നത്. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചതിൽ ഇപ്പം നിലവിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നേതൃത്വം തുറന്നു സമ്മതിച്ചിരിക്കുന്നത്, അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പറഞ്ഞത് ബി.ജെ.പി വിരുദ്ധ നിലപാടിന്റെ പേരിൽ അവർ രണ്ട് കക്ഷികളോടും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു കാര്യവും അവർ പ്രധാനമായും പറയുന്നു. നേമത്ത് ശിവൻകുട്ടി ജയിച്ചത്, അതായത് തെരഞ്ഞെടുപ്പിൽ നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ്. അത്തരത്തിൽ ആ സമയത്ത് അവർ എസ്.ഡി.പി.ഐ ഈ ശിവൻകുട്ടിയുമായുള്ള വോട്ട് തമ്മിൽ അവരുമായും പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ പിന്തുണച്ചാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന ഒരു പരാമർശം, അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് എസ്.ഡി.പി.ഐ നേതൃത്വം നടത്തിയിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് ഈ എസ്.ഡി.പി.ഐ വോട്ടുകൾ മറ്റൊരു തരത്തിൽ നൽകിയത് കൊണ്ടാണ് ലീഗിന് അവിടെ വിജയം ഉണ്ടായത് എന്നൊരു കാര്യവും എസ്.ഡി.പി.ഐ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ്.ഡി.പി.ഐ നേതാക്കൾ അല്പസമയം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് ഈ വെളിപ്പെടുത്തലൊക്കെ തന്നെയും പ്രധാനമായും ഉണ്ടായത്. നമുക്കറിയാം, ഏറെ ചർച്ച ചെയ്ത ഒന്ന് തന്നെയാണ് ഈ എസ്.ഡി.പി.ഐ യു.ഡി.എഫ് കൂട്ടുകെട്ട്. ഈ വോട്ടുകൾ ചോരുന്നത് സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊന്നും പ്രത്യക്ഷമായ മറുപടി നൽകുവാൻ എസ്.ഡി.പി.ഐ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എസ്.ഡി.പി.ഐ ഇത്തരത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. കെ.പി. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ആ ഭീകര സംഘടനയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് ഈ എസ്.ഡി.പി. അവരെ തള്ളിപ്പറയാൻ എൽ.ഡി.എഫും യു.ഡി.എഫും തയ്യാറാകുന്നില്ല. ഭീകരതയെ പിന്തുണയ്ക്കുന്ന സമീപനം തന്നെയാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. ഇപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ നിൽക്കെ ഈ വോട്ടുകൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ പി കെ കൃഷ്ണദാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൽ.ഡി.എഫ് ആയിക്കഴിഞ്ഞാലും യു.ഡി.എഫ് ആയിക്കഴിഞ്ഞാലും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായി എസ്.ഡി.പി.യെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ തലോടുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ എസ്.ഡി.പി.ഐ നേതാക്കളുടെ വാർത്താസമ്മേളനത്തിൽ ഉടനീളം ആ വാക്കുകളിൽ അത് തന്നെയാണ് പ്രകടമാകുന്നതും, അല്ലേ? സൂചിപ്പിച്ചതുപോലെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയെ തള്ളിപ്പറയുവാൻ എൽ.ഡി.എഫും യു.ഡി.എഫും തയ്യാറാകുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വാർത്താ സമ്മേളനം എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചാണ് യു.ഡി.എഫും എൽ.ഡി.എഫും പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ മുഖമായ എസ്.ഡി.പി.ഐയുടെ പിന്തുണ സ്വീകരിക്കുന്നതിലൂടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഈ യു.ഡി.എഫും എൽ.ഡി.എഫും സ്വീകരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളുകളെയും അല്ലെങ്കിൽ രണ്ടു കൂട്ടരെയും പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ വളരെ വ്യക്തമായി ഇവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ബി ജെ പി വിരുദ്ധ നിലപാടാണ് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. മറ്റവരൊക്കെ തന്നെയും, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഞങ്ങളുടെ എതിരാളികൾ മാത്രമാണ് നിലവിൽ. പക്ഷേ ബി ജെ പിയോടുള്ള വിരുദ്ധത അത് പ്രകടമാക്കുവാൻ തങ്ങൾ ഏത് ആളുകളുമായും ഏത് സഖ്യകക്ഷികളുമായും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളുമായും കൂട്ടുകൂടും എന്ന് തന്നെയാണ് SDPI വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ മറ്റൊരു ഉദാഹരണം കൂടി അവർ പറയുന്നു. അതായത് നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് SDPI സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ് എന്നൊരു കാര്യം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. മാത്രമല്ല മഞ്ചേശ്വരത്ത് ലീഗിന് വേണ്ടി ത്യാഗം ചെയ്തതും SDPI ആണ് എന്നൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇവരെ തള്ളിപ്പറയുവാൻ രണ്ട് മുന്നണികളും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ഈ SDPI നിരോധിത സംഘടനയായ SDPI തള്ളിപ്പറയുവാൻ ഇതുവരെ ശ്രമിക്കുന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KP യെസ് ദിസ്ന, ഒപ്പം തന്നെ ഈ UDF ചർച്ച നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നീട് നേരത്തെ നേതൃത്വം പറഞ്ഞതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ SDPIയുടെ പിന്തുണ LDF-ന്, ചില മണ്ഡലങ്ങളിൽ SDPIയുടെ പിന്തുണ UDF-ന്. അതായത് UDF ആയിക്കഴിഞ്ഞാലും LDF ആയിക്കഴിഞ്ഞാലും SDPIയെ സംബന്ധിച്ചിടത്തോളം BJPയെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് അവർ മാധ്യമ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.